ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടന്നു. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ പത്രിക സ്വീകരിച്ചു. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ആവേശം വാനോളം ഉയർത്താൻ ദേശീയ സംസ്ഥാന നേതാക്കൾ എത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 29-ന് സ്വരാജ് റൌണ്ടിൽ റോഡ് ഷോ നടത്തും. കോൺഗ്രസ് ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിലെത്തും. LDF-നായി മുഖ്യമന്ത്രി 27-ന് ജില്ലയിൽ. അരാജകത്വമാണ് LDF സർക്കാരിന്റെ മുഖമുദ്രയെന്ന VM സുധീരൻ. ജനവിരുദ്ധ സർക്കാരിൽ നിന്നൊരു മോചനം ജനം തീവ്രമായി ആഗ്രഹിക്കുന്നുവെന്നും സുധീരൻ. തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാട് ഭക്തിസാന്ദ്രം. ആറാട്ടുപുഴ പൂരത്തിന് ഇന്ന് രാത്രി കൊടിയേറും. കൊടുങ്ങല്ലൂർ ശ്രീ ഗുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ സിനിമാ ചിത്രീകരണം. സംവിധായകൻ സജിൻ ബാബുവിനെതിരെ പോലീസ് കേസെടുത്തു. ദേവസ്വം മാനേജർ വിനോദ് കുമാറിന്റെ പരാതിയിലാണ് നടപടി. ജിംനേഷ്യത്തിന്റെയും ബ്യൂട്ടി സലൂണിന്റെയും മറവിൽ ലഹരി വിൽപ്പന നടത്തിയ പെരിങ്ങോട്ടുകര സ്വദേശിനി അറസ്റ്റിൽ. മാരക മയക്കുമരുന്നായ ഹാഷിഷ് ഓയിൽ കണ്ടെടുത്തു. വാർത്തകൾ വിശദമായി. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ പത്രിക സ്വീകരിച്ചു. വർഗീയ പരാമർശം നടത്തിയെന്നാരോപിച്ച് ഗോപാലകൃഷ്ണന്റെ പത്രിക തള്ളണമെന്ന് മറ്റു പാർട്ടികൾ സൂക്ഷ്മ പരിശോധനയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം വരണാധികാരി അംഗീകരിച്ചില്ല. കേസിൽ ശിക്ഷിക്കപ്പെട്ടാലേ മത്സരിക്കാൻ തടസ്സമുള്ളൂവെന്ന് വരണാധികാരി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് മുൻപുള്ള 48 മണിക്കൂറും വോട്ടെണ്ണൽ ദിവസമായ മെയ് 4-നും ഡ്രൈ ഡേ ആയി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഇതുപ്രകാരം ഏപ്രിൽ 7-ന് വൈകിട്ട് 7 മുതൽ ഏപ്രിൽ 9-ന് പോളിംഗ് അവസാനിക്കുന്നതുവരെ സംസ്ഥാനത്ത് മദ്യവിൽപ്പന നിരോധിച്ചു. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ആവേശം വാനോളം ഉയർത്താൻ ദേശീയ നേതാക്കൾ എത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 29-ന് സ്വരാജ് റൌണ്ടിൽ റോഡ് ഷോ നടത്തും. കോൺഗ്രസ് ദേശീയ നേതാക്കളുടെ പര്യടനവും വരും ദിവസങ്ങളിലുണ്ടാകും. LDF-നായി മുഖ്യമന്ത്രി 27-ന് ജില്ലയിൽ വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിക്ക് തൃശൂരിൽ പൊതുയോഗമില്ല. 29-ന് പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് ശേഷം ഹെലികോപ്റ്ററിൽ കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിലെത്തും. തുടർന്ന് റോഡ് മാർഗം തൃശൂർ നഗരത്തിലെത്തുന്ന അദ്ദേഹം വൈകിട്ട് 4-ന് സ്വരാജ് റൌണ്ടിൽ റോഡ് ഷോ നടത്തും. ജനറൽ ആശുപത്രി മുതൽ നടുവിലാൽ വരെയായിരിക്കും റോഡ് ഷോ. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നിരവധി ദേശീയ നേതാക്കൾ സംസ്ഥാനത്തെത്തുന്നുണ്ട്. ഇവരുടെ ജില്ലയിലെ പര്യടന പരിപാടികൾ തയ്യാറാകുന്നതേയുള്ളൂ. LDF-ന് 27-ന് ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ 4 പൊതുയോഗങ്ങളിൽ സംസാരിക്കും. വെള്ളിയാഴ്ച രാവിലെ 11-ന് ഇരിങ്ങാലക്കുട മുനിസിപ്പൽ മൈതാനത്താണ് ആദ്യ സമ്മേളനം. തുടർന്ന് പട്ടിക്കാട് പൊതുയോഗത്തിൽ പങ്കെടുക്കും. വൈകിട്ട് 5-ന് ഓട്ടുപാറ എക്സിബിഷൻ ഗ്രൌണ്ടിലും 6-ന് ഗുരുവായൂർ കിഴക്കേനട സത്യാഗ്രഹ കവാടത്തിന് സമീപവും നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലും മുഖ്യമന്ത്രി സംസാരിക്കും. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഏപ്രിൽ 2-ന് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തുമെന്നും LDF നേതൃത്വം അറിയിച്ചു. TCV തൃശൂർ. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. അരാജകത്വമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്രയെന്നും ഇവരെ താഴെയിറക്കാൻ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാരും കൂടെയുണ്ടാകുമെന്നും സുധീരൻ പറഞ്ഞു. UDF-ന്റെ തൃശൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൂരം കലക്കൽ പിണറായി സർക്കാരിന്റെ അജണ്ടയാണ്. കേരളത്തിലെ ക്രമസമാധാനം തകർത്ത സർക്കാർ കുറ്റവാളികളുടെയും മാഫിയ തലവന്മാരുടെയും രക്ഷാധികാരികളായി മാറി. ഇങ്ങനെ ജനദ്രോഹ നടപടികളിലൂടെ അധികാരം ദുർവിനിയോഗം ചെയ്ത LDF സർക്കാർ സർവ്വരംഗത്തും സർവനാശമാണ് സൃഷ്ടിച്ചത്. ജനതാൽപര്യം സംരക്ഷിക്കാൻ ഒരു ദിവസം മുൻപെയെങ്കിലും ഈ സർക്കാരിനെ താഴെ ഇറക്കണമെന്ന് സുധീരൻ പറഞ്ഞു. 1 വർഷം 9 മാസം മേയറായിരുന്ന തൃശൂരിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയാണ് രാജൻ ജെ പല്ലനെന്നും UDF തൃശൂരിൽ വിജയിക്കുമെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, DCC വൈസ് പ്രസിഡന്റ് IP പോൾ, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോകപ്രശസ്തമായ തൃശൂർ പൂരത്തെ കലക്കാൻ
ഗൂഢാലോചന നടത്തി മുന്നോട്ട് പോയ ഭരണകൂടമാണ് ഇത്. ഈ ഭരണകൂടത്തിന്റെ തണലിലാണ് പ്രമാണിമാരായ ഉദ്യോഗസ്ഥന്മാർ പൂരം കലക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചത്. അന്വേഷണത്തിലൂടെ പൂരം കലക്കികളെന്ന് തെളിയിക്കപ്പെട്ട പല ഉദ്യോഗസ്ഥന്മാർക്കും ശിക്ഷാ നടപടിയല്ല ഈ സർക്കാർ നൽകിയത്. അവർക്കൊക്കെ വലിയ പ്രമോഷൻ കൊടുക്കുന്ന രീതിയിലുള്ള പദവികൾ നൽകിയാണ് സർക്കാർ പോയത്. അപ്പോൾ ഭക്തർക്ക് പുണ്യ സായുജ്യമേകി തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാട്. ഊരായ്മക്കാർ മണ്ഡപത്തിലെത്തി തേവരെ എഴുന്നള്ളിക്കാൻ അനുമതി നൽകിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ബ്രാഹ്മണിപ്പാട്ടും മണ്ഡപത്തിൽ പറനിറക്കലും കഴിഞ്ഞ് തേവർ പുറത്തേക്ക് എഴുന്നള്ളി. പടിഞ്ഞാറേ നടയിൽ പറയെടുത്ത ശേഷം 5 ആനകളോടെ സേതുകുളത്തിൽ ആറാട്ടിനായി തിരിച്ചു. കൊമ്പൻ എറണാകുളം ശിവകുമാർ ഭഗവതിയുടെ തിടമ്പേറ്റി. ആറാട്ടിനു ശേഷം പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചു. പാണിക്കുട്ടി പുറത്തേക്ക് എഴുന്നള്ളിച്ച ചെമ്പിലാറാട്ട് കഴിയുന്നതോടെ ചടങ്ങുകൾ പൂർത്തിയാകും. ആറാട്ടുപുഴ പൂരത്തിന് ഇന്ന് കൊടിയേറും. രാത്രി 8:30 തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട് ക്ഷേത്രം ഊരാളൻ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ കൊടിയേറ്റം നിർവഹിക്കും. ക്ഷേത്രനടയിൽ നിന്നും വാദ്യഘോഷങ്ങളും ചമയങ്ങളുമില്ലാത്ത ആനപ്പുറത്ത് ഊരാളൻ കുടുംബത്തെ കയറ്റി കുത്തുവിളക്കുകളുടെ അകമ്പടിയോടെ 7 കണ്ടം അതിർത്തി വരെ പോകും. അവിടെ മാരാർ ശംഖു മുഴക്കും. തുടർന്ന് തൃപ്പുടത്താളത്തിൽ വാദ്യാഘോഷങ്ങളോടെ ക്ഷേത്രത്തിലേക്ക് മടങ്ങും. തൃപ്പുടമേളം ക്ഷേത്ര നടപ്പുരയിലെത്തി കലാശം കൊട്ടും. 3 തവണ ശംഖു വിളിച്ച് വലന്തലയിൽ പൂരം കൊട്ടിവെക്കുന്നതോടെ കൊടിയേറ്റ ചടങ്ങുകൾ അവസാനിക്കും. ഈ മാസം 30-നാണ് ഇത്തവണത്തെ ആറാട്ടുപുഴ പൂരം ആഘോഷിക്കുന്നത്. 27-ന് പെരുവന്നം പൂരവും 29-ന് തറയ്ക്കൽ പൂരവും ആഘോഷിക്കും. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വെളുപ്പിന് ശാസ്താവിന്റെ തിരുവാതിര പുറപ്പാട് നടക്കും. തന്ത്രിയുടെ അനുമതിയോടെ പാണികുട്ടി ശാസ്താവിന്റെ തിടമ്പ് കൈയിൽ വെച്ച് ഒരു പ്രദക്ഷിണം കഴിഞ്ഞാൽ ചെമ്പട കുട്ടി പുറത്തേക്ക് എഴുന്നള്ളി പ്രദക്ഷിണം തുടങ്ങും. ക്ഷേത്രത്തിന്റെ വടക്കേ പ്രദക്ഷിണ വഴിയിൽ ചെമ്പട അവസാനിച്ചാൽ വിസ്തരിച്ച വിളക്കാചാരം നടക്കും. തുടർന്ന് വലംതലയിൽ ശ്രുതിയോടുകൂടി 1.5 പ്രദക്ഷിണം കഴിഞ്ഞ് കിഴക്കേ നടയിൽ തെക്കോട്ട് അഭിമുഖമായി നിന്ന് കുറുകുട്ടി അവസാനിക്കും. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പൂരത്തിന് മുന്നോടിയായി ചമയ പ്രദർശനം ആരംഭിച്ചു. വിവിധ വലിപ്പത്തിലുള്ള കോലങ്ങൾ, നെറ്റിപ്പട്ടങ്ങൾ, പട്ടുകുടകൾ, ആലവട്ടം, ചാമരം, കൈപ്പന്തം തുടങ്ങിയവയുടെ പ്രദർശനമാണ് ആരംഭിച്ചത്. ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുകൾക്ക് വേണ്ടി ഈ വർഷം ഭക്തർ സമർപ്പിച്ച ചമയങ്ങളും പ്രദർശിച്ചിട്ടുണ്ട്. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ മണ്ഡപത്തിലാണ് പ്രദർശനം നടക്കുന്നത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ അനുമതിയില്ലാതെ സിനിമ ചിത്രീകരിച്ച സംഭവത്തിൽ സംവിധായകൻ സജിൻ ബാബുവിനെതിരെ പോലീസ് കേസെടുത്തു. ദേവസ്വം മാനേജർ വിനോദ് കുമാറിന്റെ പരാതിയിലാണ് നടപടി. ഭരണീയാഘോഷ നാളുകളിൽ ക്ഷേത്രത്തിലും പരിസരത്തുമാണ് ചിത്രീകരണം നടന്നത്. ക്ഷേത്രത്തിലെത്തിയ കോമരത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ചവിട്ടി വീഴ്ത്തുന്ന രംഗവും ചിത്രീകരിച്ചിരുന്നു. ഇത് യഥാർത്ഥ സംഭവമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തി. റിപ്പോർട്ട് നൽകി ഡോക്യുമെന്ററി, സിനിമ എന്നിവയുടെ ഷൂട്ടിംഗിനായി ക്ഷേത്രം പരിസരം ഉപയോഗിക്കരുതെന്നുള്ള കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് അനുമതിയില്ലാതെ ചിത്രീകരണം നടത്തിയത്. അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സംവിധായകൻ അപേക്ഷ നൽകിയെങ്കിലും ദേവസ്വം ബോർഡ് നിഷേധിക്കുകയായിരുന്നു. ജിംനേഷ്യത്തിന്റെയും ബ്യൂട്ടി സലൂണിന്റെയും മറവിൽ ലഹരി വിൽപ്പന നടത്തിവന്ന യുവതിയെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. തൃപ്രയാറിലെ ജിംനേഷ്യത്തിൽ ജോലി ചെയ്തു വരുന്ന പെരിങ്ങോട്ടുകര താന്യം സ്വദേശി ചിറയത്ത് വീട്ടിൽ ശ്രീലക്ഷ്മിയാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 2.270 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു. കൂടാതെ മയക്ക് വിൽപ്പന നടത്തി അനധികൃതമായി സമ്പാദിച്ച 9,500 രൂപയും പിടിച്ചെടുത്തു. കരയാമുട്ടം സൊസൈറ്റിക്ക് സമീപമുള്ള വാടക വീട്ടിൽ നിന്നാണ് യുവതിയെ പിടികൂടിയത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ നിരീക്ഷിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെ ഒടുവിലാണ് യുവതിയിലേക്ക് എത്തിയത്. പോലീസ് എക്സൈസ് പരിശോധനകൾ ഒഴിവാക്കാൻ അതീവ ജാഗ്രതയോടെയായിരുന്നു ഇവരുടെ ഇടപാടുകൾ. വിശ്വസ്തരായ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ലഹരി മരുന്ന് കൈമാറിയിരുന്നത്.
വടക്കാഞ്ചേരിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി.എച്ച്. മുഹമ്മദ് ഷഫീഖ് രാജിവെച്ചു. കോൺഗ്രസ് വിടുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം പേയ്മെന്റ് സീറ്റാക്കി മാറ്റി. കെ.സി. വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുകയാണ്. മണ്ഡലത്തിൽ പരിചയസമ്പത്തും പ്രവർത്തന പാരമ്പര്യവും വിജയസാധ്യതയുമുള്ളവരെ മാറ്റി നിർത്തിയെന്നും മുഹമ്മദ് ഷഫീഖ് ആരോപിച്ചു. കോടിക്കണക്കിന് രൂപ അതിന്റെ പേരിൽ പിരിച്ചു. ബിജെപിക്കെതിരെ പ്രത്യക്ഷ പ്രചാരണത്തിന് കവി കെ സച്ചിദാനന്ദനും ഫാസിസം വാതിലിൽ മുട്ടി വിളിക്കുകയാണെന്നും ബിജെപിയാണ് ഇന്ത്യയുടെ ശത്രു എന്നും സച്ചിദാനന്ദൻ തൃശൂരിൽ പറഞ്ഞു. ഓൾ ഇന്ത്യ പീപ്പിൾസ് മൂവ്മെന്റ് എന്ന സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ഭാഗമായി കേരളത്തിൽ രൂപം കൊണ്ട വേക്കപ്പ് കേരളത്തിലൂടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കാനൊരുങ്ങുന്നത്. ബിജെപിക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഭരണഘടനോത്സവം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കും. സംഘപരിവാർ അജണ്ടയ്ക്കെതിരായ നിരന്തര പോരാട്ടങ്ങളിലൂടെ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് കൂട്ടായ്മയ്ക്കുള്ളതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏതൊരു പാർട്ടിയാണെങ്കിലും തുടർഭരണം വന്നാൽ അത് അധികാര കേന്ദ്രീകരണത്തിനും അഴിമതിക്കും കളമൊരുക്കുമെന്നത് തന്റെ മുൻ നിലപാടാണ്. അത് ലോകത്തെ തന്നെ പല ഉദാഹരണങ്ങളിലൂടെ രൂപപ്പെട്ടതാണ്. ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. കൂട്ടായ്മ ജനറൽ കൺവീനർ ശരത് ചേലൂർ, സ്മിത പി കുമാർ, ഖദീജ തുടങ്ങിയവർ പങ്കെടുത്തു. കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായ മടവാക്കരയിൽ മണ്ണ് നീക്കാൻ നടപടി തുടങ്ങി. 8 മീറ്റർ താഴ്ചയിൽ മണ്ണ് നീക്കിയ ശേഷമേ പൈപ്പിലെ വിള്ളൽ കണ്ടെത്താനാകൂ. വിള്ളലിന്റെ വലിപ്പവും സ്വഭാവവും അനുസരിച്ചാകും അടുത്ത നടപടി തീരുമാനിക്കുക. ചെറിയ വിള്ളലാണെങ്കിൽ ക്ലാമ്പ് ചെയ്ത് ചോർച്ചയുള്ള ഭാഗം അടയ്ക്കാനാകും, അല്ലെങ്കിൽ പൈപ്പ് മാറ്റേണ്ടിവരും. ഇതിന് കൂടുതൽ സമയമെടുക്കുമെന്നും അധികൃതർ പറഞ്ഞു. ചോർച്ചയുണ്ടായ പൈപ്പിൽ ഉണ്ടായിരുന്ന പാചകവാതകം കഴിഞ്ഞ ദിവസം കൊച്ചി ഉദയംപേരൂരിലെ പ്ലാന്റിലേക്ക് എത്തിച്ചിരുന്നു. വെള്ളം ഉയർന്ന മർദ്ദത്തിൽ പമ്പ് ചെയ്ത് നെല്ലായി വയലൂർ ഭാഗത്തെ വാൽവ് വഴി തള്ളി നീക്കുകയായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ മണ്ണ് പരിശോധനയ്ക്കിടെ പൈപ്പ് മാറിത്തുളച്ച് പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായത്. കൊടുങ്ങല്ലൂർ ഭരണിയുടെ പശ്ചാത്തലത്തിൽ സിനിമയ്ക്ക് വേണ്ടി ചിത്രീകരിച്ച രംഗം ദുരുദ്ദേശപരമായി പ്രചരിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കോമരത്തെ ചവിട്ടി വീഴ്ത്തുന്നതും തുടർന്നുണ്ടാകുന്ന സംഘർഷവുമാണ് ദൃശ്യത്തിലുള്ളത്. ഈ ദൃശ്യം യഥാർത്ഥത്തിൽ സംഭവിച്ചതാണെന്ന വിധത്തിലാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. സിനിമാ ഷൂട്ടിങ്ങിനിടെ എടുത്ത വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയായിരുന്നു. അതേസമയം ഷൂട്ടിംഗ് നടത്താൻ അനുമതി തേടിയിരുന്നില്ലെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. കേച്ചേരിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 4 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. പാലക്കാട് കുമരനെല്ലൂർ സ്വദേശികളായ വരമ്പനകത്ത് വീട്ടിൽ വിപിൻ, തൈവളപ്പിൽ വീട്ടിൽ അനീഷ്, തൃത്താല ആലൂർ സ്വദേശികളായ ചക്കിക്കാവിൽ വീട്ടിൽ മണികണ്ഠൻ, കുണ്ടിൽ ചിറ്റപ്പുറത്ത് വീട്ടിൽ അനൂപ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 4 പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാചകവാതക ക്ഷാമം രൂക്ഷമെങ്കിലും പ്രതിസന്ധിയില്ലാതെ പഴയന്നൂരിലെ ഒരു ഹോട്ടൽ. പഴയന്നൂരിലെ രവീന്ദ്ര ഹോട്ടലാണ് പാചകവാതക ക്ഷാമത്തെ വെല്ലുവിളിക്കുന്നത്. 1963 മുതൽ വിറകടുപ്പിലാണ് ഇവിടെ പാചകം. അതിനാൽ പാചകവാതക ക്ഷാമത്തിൽ മറ്റു ഹോട്ടലുകൾക്ക് പൂട്ടുവീഴുമ്പോഴും രവീന്ദ്ര ഹോട്ടൽ പതിവ് രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. ഗ്യാസ് ഇല്ലെന്നും പറഞ്ഞ് രവീന്ദ്ര ഹോട്ടലിലുള്ള പണിക്കാരെ പട്ടിണി കിടക്കില്ല. ഇവിടെ വരവുള്ളിടത്തോളം കാലം ഈ ഹോട്ടലിൽ മുന്നോട്ട് കൊണ്ടേയിരിക്കും. ചായ ഒഴികെയുള്ള വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. പൊറോട്ട, നൂൽപുട്ട്, ബിരിയാണി, നിരവധി ദോശകൾ, ചപ്പാത്തി, ബീഫ്, ചിക്കൻ തുടങ്ങിയവയെല്ലാം തയ്യാർ ചെയ്തെടുക്കുന്നത് വിറകടുപ്പുകളിലാണ്. വലിയ തോതിലുള്ള തിരക്കും ഈ ഹോട്ടലിൽ അനുഭവപ്പെടുന്നുണ്ട്. രവീന്ദ്ര ഹോട്ടലിലെ പാചക തൊഴിലാളികളും ഏറെ ആഹ്ലാദത്തിലാണ്. തങ്ങളുടെ ഉപജീവനമാർഗം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഹോട്ടൽ ഉടമസ്ഥർക്ക് ഇവർ നന്ദി പറയുന്നു. TCV ന്യൂസ്, ചേലക്കര. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്.
കൊടുങ്ങല്ലൂർ മേഖലയിൽ അപ്രതീക്ഷിത ഇന്ധനക്ഷാമം. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഇന്ധന ലഭ്യത കുറഞ്ഞത്. ചില പമ്പുകൾ അടച്ചുപൂട്ടിക്കഴിഞ്ഞു. മറ്റ് ചിലയിടങ്ങളിൽ ഡീസൽ സ്റ്റോക്കില്ലാത്ത അവസ്ഥയുമുണ്ട്. കൊടുങ്ങല്ലൂരിൽ ഫ്ളാറ്റിലെ ഫ്രിഡ്ജിൽ നിന്നും ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് ശാസ്ത്രീയ തെളിവുകൾ തേടുന്നു. ചാത്തേടത്ത് പറമ്പിലുള്ള ഫ്ളാറ്റിൽ താമസിക്കുന്ന യുവദമ്പതികളുടെ മുറിയിൽ നിന്നുമാണ് 3 മാസത്തോളം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച വൈകിട്ട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഫ്രിഡ്ജിനകത്ത് ആമി എന്നെഴുതിയ ചെറിയ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. സംഭവവുമായി ബന്ധപ്പെട്ട യുവതി നൽകിയ മൊഴി പോലീസ് പൂർണ്ണമായും മുഖവിലക്കെടുത്തിട്ടില്ല. 3 മാസം ഗർഭിണിയായ താൻ ഇക്കഴിഞ്ഞ 20-ാം തീയതി മാസം തികയാതെ പ്രസവിക്കുകയായിരുന്നുവെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. നഴ്സിംഗ് പഠിച്ചിട്ടുള്ള യുവതി ഭ്രൂണം സ്വയം വേർപെടുത്തിയതായും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഭ്രൂണം കളയാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതെന്നും യുവതി പറഞ്ഞിരുന്നു. പാലിയേക്കര ടോൾ പ്ലാസ മാനേജരെ ആക്രമിച്ച് കാർ അടിച്ചു തകർത്ത കേസിൽ 2 പേർക്കെതിരെ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. കല്ലൂർ മാവിൻചൂട് സ്വദേശി പ്ലാപ്പിളി വീട്ടിൽ വിഷ്ണു, ആമ്പല്ലൂർ സ്വദേശി ജിയോ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. വ്യാഴാഴ്ച രാത്രി വട്ടനാത്ര സഹകരണ ബാങ്കിന് മുൻപിലായിരുന്നു സംഭവം. ടോൾ പ്ലാസ മാനേജർ ശ്യാംലാൽ പാർത്ഥസാരഥിക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ശ്യാമിന്റെ സുഹൃത്തായ വിഷ്ണു ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടതോടെയാണ് ശ്യാമും സുഹൃത്തും വട്ടനാത്രയിലെത്തിയത്. ബാങ്കിന് മുൻപിൽ കാർ നിർത്തി കാത്തുനിൽക്കുന്നതിനിടെ മറ്റൊരു കാറിലെത്തിയ വിഷ്ണു ഹോക്കി സ്റ്റിക്കുമായി ശ്യാമിനെ ആക്രമിക്കുകയായിരുന്നു. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിയെഴുതുമെന്ന് മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. NDA നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മുൻ കേന്ദ്രമന്ത്രി ഭഗവത് കുബെ, സ്ഥാനാർത്ഥി CC മുകുന്ദൻ, ഷൈൻ നെടിയിരുപ്പിൽ, സുധീഷ് മേനോത്തുപറമ്പിൽ, EP ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ബഹുമാനപ്പെട്ട ശ്രീ മുകുന്ദൻ അദ്ദേഹം ഇന്ന് ദേശീയധാരയിലേക്ക് എത്തിയിരിക്കുകയാണ്. എവിടെയാണോ അദ്ദേഹം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന് തെറ്റുപറ്റിയത്, ആ തെറ്റ് തിരുത്താനുള്ള ശ്രമമാണ്. ഞാനിത് പറയുമ്പോൾ അദ്ദേഹം CPI-കാരനായിട്ടാണ് ജയിച്ചത്. അവിടെ നിന്നാണ് നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറാൻ അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത്. എനിക്കത് ഇരിങ്ങാലക്കുട മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇലക്ഷൻ ഇൻചാർജ് കൃപേഷ് ചെമ്മണ്ട അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളം, ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് MA വിനോദ്, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PS സുപേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കവിത ബിജു, ലോചന നമ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ല കേന്ദ്രീകൃതമായി കേരളത്തിലെമ്പാടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരവും ഉപയോഗവും നടക്കുന്നത് കേരളത്തിലാണെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. UDF ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണനേട്ടമാണ് ഇതെന്നും VK ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി. UDF നിയോജക മണ്ഡലം ചെയർമാൻ RV അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, മുൻ മന്ത്രി PK ബാവ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, KPCC ജനറൽ സെക്രട്ടറിമാരായ O അബ്ദുൾ റഹ്മാൻ, ജോസ് വള്ളൂർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, സ്ഥാനാർത്ഥി CH റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. മണലൂരിന്റെ വികസന കുതിപ്പിന് UDF വിജയിച്ചു വരണമെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. വെങ്കിടങ്ങിൽ മണലൂർ നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളമാകെ മാറാൻ പോവുകയാണെന്നും VM സുധീരൻ കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗ് നേതാവ് ASM അസ്ഹർ അലി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. AICC നിരീക്ഷകൻ അശോക് ധൻവർ, സ്ഥാനാർത്ഥി TN പ്രതാപൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, TV ചന്ദ്രമോഹൻ, CC ശ്രീകുമാർ, KK ബാബു, PJ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഗസാലി കാണിച്ചൊരു നല്ല മാതൃക. പ്രതാപൻ ആശയ സമ്പന്നനാണ്, ഭാവനാ സമ്പന്നനാണ്. ഒരുപാട് കാര്യം പ്രതാപൻ ഇപ്പൊ തന്നെ പ്രതാപന്റെ മനസ്സിൽ ഒരുപാട് കാര്യമുണ്ട്. നമ്മുടെ കോൾ മേഖലയുടെ കാര്യം,
പുഴയോരങ്ങളിൽ UDF അഴീക്കോട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ KM സാദത്ത് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി TM നാസർ, KPCC നിർവാഹക സമിതി അംഗം MK അബ്ദുൽ സലാം, DCC സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, PK ഷംസുദ്ദീൻ, KF ഡൊമിനിക്, ബ്ലോക്ക് പ്രസിഡന്റ് PB മൊയ്തു, UDF മണ്ഡലം കൺവീനർ KA നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. കടം ഓരോരുത്തരുടെയും തലയിലും വെച്ചിട്ടാണ് ഇവർ ഇറങ്ങുന്നത്. അപ്പോൾ അവര് നിസ്സാരക്കാരല്ല. അപ്പൊ അവർക്ക് നമ്മൾ എങ്ങനെയാ മറുപടി കൊടുക്കട്ടെ? അവർക്ക് എങ്ങനെ നമ്മൾ മറുപടി കൊടുക്കണം? വോട്ടിലൂടെ നമ്മൾ മറുപടി കൊടുക്കണം. ഇനി അവർ ഏതു മേഖലയില LDF സ്ഥാനാർത്ഥി NK അക്ബറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കാൻ ഹെഡ്ലോഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ചാവക്കാട് ഏരിയ കമ്മിറ്റി തീരുമാനിച്ചു. ഗുരുവായൂർ നഗരസഭ വായനശാല ഹാളിൽ നടന്ന കുടുംബസംഗമം CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MK സജീവൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് KA ഷമീർ, ഏരിയ സെക്രട്ടറി KS മനോജ്, ഉണ്ണി വാർനാട്ട്, RV ഇക്ബാൽ, സുശീലൻ മംഗലാങ്കുന്ന്, KC അനിൽ, ജെയിംസ് ആളൂർ, MA ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ബലമായി പിടിച്ചിറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാർട്ടൂൺ ഇതിന്റെ കീഴിൽ കേരളത്തിൽ പൈതൃകം ഗുരുവായൂരും ചിറയൻകീഴ് G ഗംഗാധരൻ നായർ സ്മാരക സമിതിയും സംയുക്തമായി വെള്ളിയാഴ്ച ഗുരുവായൂരിൽ ലോക നാടക ദിനം ആചരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വൈകിട്ട് 5-ന് രുക്മിണി റീജൻസിയിൽ കലാനിരൂപകൻ E ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. നടൻ ശിവജി ഗുരുവായൂരിൽ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് തിരുവനന്തപുരം രംഗപ്രഭാത് ചിൽഡ്രൻസ് തിയേറ്ററിന്റെ ആൽഫി 12 മിസ്സിംഗ് എന്ന നാടകം അരങ്ങേറും. കുട്ടികൾ രചനയും അവതരണവും നിർവഹിച്ച് കുട്ടികൾ മാത്രം അഭിനയിക്കുന്ന 1.5 മണിക്കൂർ നീളുന്ന നാടകമാണിത്. സമിതി ചെയർപേഴ്സൺ കാഞ്ചന G നായർ, പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ഡോക്ടർ KB പ്രഭാകരൻ, രവീന്ദ്രൻ വട്ടരങ്ങത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പഴയന്നൂർ കുന്നത്തറ മാരിയമ്മൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് കുമരംകണ്ടത്ത് മന കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ദേവീദേവന്മാർക്ക് കലശം നടന്നു. വെങ്കിടൻ ശ്രീ ശങ്കരനാരായണമൂർത്തി ക്ഷേത്രത്തിൽ മേലുകുളങ്ങര ഭഗവതിക്ക് ദേശപ്പൊങ്കാല മഹോത്സവം നടന്നു. പൊങ്കാലയിലെ പ്രധാന അടുപ്പിൽ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അഗ്നി തെളിയിച്ചു. മേൽശാന്തി ചെറ്റുകുളം ജയദേവൻ ഭട്ടതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് മറ്റ് അടുപ്പുകളിലേക്ക് അഗ്നി പകർന്ന് ഭക്തർ പൊങ്കാല സമർപ്പണം നടത്തി. രംഗചേതനയുടെ ലോക നാടക ദിനാഘോഷവും പുരസ്കാര സമർപ്പണവും വെള്ളിയാഴ്ച തൃശൂരിൽ നടക്കും. വൈകിട്ട് 4:30-ന് സംഗീത നാടക അക്കാദമി നാട്യഗൃഹത്തിലാണ് പരിപാടി നടക്കുന്നത്. നടന്മാരായ സുനിൽ സുഗതയും SP ശ്രീകുമാറും ചേർന്ന് അരങ്ങിലെത്തിക്കുന്ന ജയപ്രകാശ് കുളൂർ രചനയും സംവിധാനവും നിർവഹിച്ച ടാർസൻ എന്ന നാടകാവതരണത്തോടെയാണ് നാടക ദിനാഘോഷങ്ങൾക്ക് തുടക്കമാവുക. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രംഗചേതനയുടെ പുരസ്കാരം നാടക ചലച്ചിത്ര കലാകാരൻ ജയപ്രകാശ് കുളൂരിന് സമ്മാനിക്കും. 10,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം പ്രൊഫസർ P ഗംഗാധരൻ സമർപ്പിക്കും. പ്രൊഫസർ PN പ്രകാശ് നാടകദിന സന്ദേശം നൽകും. തുടർന്ന് 7-ന് ടാർസന്റെ പുനരവതരണം ഉണ്ടാകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രംഗചേതന ആർട്ടിസ്റ്റിക് ഡയറക്ടർ KV ഗണേഷ്, ED ഡേവിസ്, ഡോക്ടർ K ജോയ്പോൾ, ET വർഗീസ് എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി D വർഗീസ് ജോർജിന്റെ മാളയിലെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് BJP സൌത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷനായി. അജിത് മേൽവീട്ടിൽ, KK രാമു, ദിനിൽ മാധവ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലത്തെ NDA സ്ഥാനാർത്ഥി അതുല്യ ഘോഷിന് SNDP യോഗം നാട്ടിക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി അധ്യക്ഷത വഹിച്ചു. ബോർഡ് അംഗങ്ങളായ ജയന്തൻ പുത്തൂർ, പ്രകാശ് കടവിൽ, യൂണിയൻ കൌൺസിലർമാരായ നരേന്ദ്രൻ തയ്യൽ, CS ഗണേഷ്, ബിനോയ് പാണമ്പറമ്പിൽ, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, യൂത്ത് മൂവ്മെന്റ് വൈസ് പ്രസിഡന്റ് ജിജിൻ മച്ചിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുന്നു. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ് ഉയർന്ന താപനില.
വാഹനാപകടത്തിൽ പരിക്കേറ്റ മധ്യവയസ്കന് രക്ഷകനായി പൊതുപ്രവർത്തകൻ അബ്ദുൾ റഹ്മാൻ. തിരുവല്ലാമല പഞ്ചായത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ താൽക്കാലിക ഡ്രൈവർ അബ്ദുൾ റഹ്മാനാണ് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ച് മാതൃകയായത്. സ്കൂട്ടർ യാത്രികനായ എരവത്തൊടി തെക്കേക്കളത്തിൽ ജനാർദ്ദനാണ് പരിക്കേറ്റത്. കാട്ടകാമ്പാൽ ചിറയൻകാട് റോഡ് നവീകരിച്ചു. കാട്ടകാമ്പാൽ ചിറയൻകാട് റോഡ് നവീകരണത്തിന് 4 വർഷം മുമ്പ് 2 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി 5 സ്ഥലങ്ങളിൽ കലുങ്ക് നിർമ്മിച്ചിരുന്നു. എന്നാൽ ചിറകുളം മുതൽ അമ്പലനട വരെയുള്ള റോഡിന്റെ വീതി കുറവ് മൂലം റോഡ് നവീകരണം പൂർത്തിയായില്ല. ഈ ഭാഗത്ത് കാന നിർമ്മിക്കാതിരുന്നാൽ വെള്ളക്കെട്ട് രൂക്ഷമാകുമെന്ന പരാതി ഉയർന്നു. എന്നാൽ വീതി കുറഞ്ഞ ഈ ഭാഗത്ത് കാന നിർമ്മിച്ചാൽ ഗതാഗത തടസ്സമുണ്ടാകുമെന്ന ആശങ്കയും ഉണ്ടായതോടെ നിർമ്മാണം നിലച്ചു. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സമീപവാസികളോട് സ്ഥലം വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല. ഇതോടെ റോഡ് നവീകരണം വൈകുകയായിരുന്നു. ഒടുവിൽ നിലവിലെ റോഡ് നവീകരിച്ചാണ് റോഡ് പണി പൂർത്തിയാക്കിയത്. ഉമ്മൻചാണ്ടി സർക്കാർ തകർത്തെറിഞ്ഞ കേരളത്തെ ഇടത് സർക്കാർ നവകേരളമാക്കി പുനഃസൃഷ്ടിച്ചുവെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ. വടക്കാഞ്ചേരി നിയോജകമണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു AC മൊയ്തീൻ. ഇന്ന് കാണുന്ന വികസിത കേരളം ഇടതു സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം പറഞ്ഞു. MR സോമനാരായണൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റലപ്പള്ളി, PN സുരേന്ദ്രൻ, EM സതീശൻ, MU കബീർ, മിനി അരവിന്ദൻ, ശാന്ത ഉണ്ണികൃഷ്ണൻ, M ബാലാജി, CT ജോഫി തുടങ്ങിയവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടിയുടെ 5 വർഷക്കാലത്തെ ഭരണം തകർത്തെറിഞ്ഞ ഒരു കേരളത്തെ നവകേരളമാക്കി പുനഃസൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്തത്. എന്തിനാ ഉമ്മൻചാണ്ടി പറയണമെന്ന് ചോദിച്ചാൽ കാലം ഓർമ്മയിലുണ്ടാവാൻ വേണ്ടിയാണ്. സർവനാശം വിതച്ചൊരു കാലമാണ്. നാട്ടിലെ വികസന പ്രവർത്തനങ്ങളാകെ തകർത്ത കാലമാണ്. കടങ്ങോട് പൊറ്റാങ്ങുന്ന ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഏകാദശാഭിഷേകം, കളഭാഭിഷേകം, പാലഭിഷേകം, പ്രത്യേക പൂജകൾ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. പൊയിലിയിൽ സുധീഷിന്റെ നേതൃത്വത്തിൽ മേളവും നടന്നു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ദിനേശൻ മാനമ്പുള്ളി, സെക്രട്ടറി അജിത് നെടിയെടുത്ത്, ട്രഷറർ കുമാരൻ കുഴിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,100 രൂപ, പവന് 1,04,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടന്നു. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ പത്രിക സ്വീകരിച്ചു. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ആവേശം വാനോളം ഉയർത്താൻ ദേശീയ സംസ്ഥാന നേതാക്കൾ എത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 29-ന് സ്വരാജ് റൌണ്ടിൽ റോഡ് ഷോ നടത്തും. കോൺഗ്രസ് ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിലെത്തും. LDF-നായി മുഖ്യമന്ത്രി 27-ന് ജില്ലയിൽ. അരാജകത്വമാണ് LDF സർക്കാരിന്റെ മുഖമുദ്രയെന്ന് VM സുധീരൻ. ജനവിരുദ്ധ സർക്കാരിൽ നിന്നൊരു മോചനം ജനം തീവ്രമായി ആഗ്രഹിക്കുന്നുവെന്നും സുധീരൻ. തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാട് ഭക്തിസാന്ദ്രം. ആറാട്ടുപുഴ പൂരത്തിന് ഇന്ന് രാത്രി കൊടിയേറും. കൊടുങ്ങല്ലൂർ ശ്രീ ഗുരുമ ഭഗവതി ക്ഷേത്രത്തിലെ സിനിമാ ചിത്രീകരണം. സംവിധായകൻ സജിൻ ബാബുവിനെതിരെ പോലീസ് കേസെടുത്തു. ദേവസ്വം മാനേജർ വിനോദ് കുമാറിന്റെ പരാതിയിലാണ് നടപടി. ജിംനേഷ്യത്തിന്റെയും ബ്യൂട്ടി സലൂണിന്റെയും മറവിൽ ലഹരി വിൽപ്പന നടത്തിയ പെരിങ്ങോട്ടുകര സ്വദേശിനെ അറസ്റ്റിൽ. മാരക മയക്കുമരുന്നായ ഹാഷിഷ് ഓയിൽ കണ്ടെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.